Hello all, welcome to Spartans. Spartansലേക്ക് എല്ലാവർക്കും സ്വാഗതം. Now we are going to discuss some of the very important dynasties from Odisha region. ഈ ഒഡീഷ എന്ന് പറയുന്ന റീജിയൻ ഒരു ഹിന്ദു ടെമ്പിൾ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. എസ്പെഷ്യലി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് നഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. നഗര സ്റ്റൈൽ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ നമ്മൾ പറയുമെങ്കിൽ പോലും കലിംഗ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ഒഡീഷ സബ് സ്കൂൾ തന്നെ അതിന്റെ അകത്ത് വരുന്നുണ്ട്. അത്രക്കും ഒരു കൾച്ചറലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നാടാണ് ഈ ഒഡീഷ എന്നുള്ളത്, എസ്പെഷ്യലി ഇൻ ദിസ് മെഡീവൽ ഇറ. അപ്പൊ മെഡീവൽ കാലഘട്ടത്തിൽ ഒഡീഷയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഡിസ്കഷൻ വരുന്നത്. ഈ ഡിസ്കഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: ഒന്ന്, ഇവിടുന്ന് നിങ്ങൾക്ക് ക്രൊണോളജി ബേസ് ചെയ്തിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. രണ്ട്, നിങ്ങൾക്ക് കോണ്ടംപററി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മൂന്ന്, നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ടെമ്പിൾ ആർക്കിടെക്ചർ ചോദിക്കും. അങ്ങനത്തെ മൂന്ന് പൊട്ടൻഷ്യൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡൈനാസ്റ്റീസ് പീരീഡ് ആണ് ഒഡീഷയിലുള്ള ഏതാനും ചില ഡൈനാസ്റ്റികൾ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, ദാറ്റ് ഈസ് സ്പാർട്ടൻസ് ഹിസ്റ്ററി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ബി ഹാവിംഗ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് ക്രൊണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ ഡൈനാസ്റ്റീസ് എസ്പെഷ്യലി ഫ്രോം ദ മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവരുടെ ഒരു ക്രൊണോളജി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തത്. അതിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കേണ്ടത്, യു ആർ ഹാവിംഗ് സോമവംശി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട്. ഒന്നാമത്തത് സോമവംശി. ഓക്കെ, ഐ വിൽ റൈറ്റ് ഹിയർ സോമവംശി. സോമവംശി. Then Eastern Ganga. When I write Eastern Ganga, മനസ്സിലാക്കി വെക്കേണ്ടത്, there you have Western Ganga dynasty in Mysore region. കർണാടകയുടെ ഭാഗത്ത് വെസ്റ്റേൺ ഗംഗ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഈ ഏർലി മിഡീവലിന്റെ സമയത്ത് ഒരു 3rd സെഞ്ചുറി മുതൽ ഒരു 9th സെഞ്ചുറി വരെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈസ്റ്റേൺ ഡൈനാസ്റ്റി ആയിട്ടുള്ള ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി അത് ഒഡീഷയുടെ ഭാഗത്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഫസ്റ്റ് വൺ വി ആർ ഹാവിംഗ് സോമവംശി, ദെൻ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ഈ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി കഴിഞ്ഞിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി ഉണ്ട്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് സോമവംശീസ് എന്ന് ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതേപോലെ മറ്റൊന്നാണ് സൂര്യവംശീസ് എന്ന് പറയുന്ന ഗജപതി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഗജപതി ഡൈനാസ്റ്റി. സോ ദ തേർഡ് വൺ ഈസ് ഗജപതീസ്. ഗജപതി. ഇവിടെ സോമവംശിയാണ് ആദ്യം പറഞ്ഞെങ്കിൽ ഗജപതീസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂര്യവംശി. സൂര്യവംശി. ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ക്രൊണോളജി. ഇനി ക്രൊണോളജി ഒന്നും കൂടെ സ്പെസിഫിക്കലി നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടുത്തെ ക്രൊണോളജിക്കൽ പീരീഡ് എപ്പോഴായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് ഒന്നാമത്തെ ഡൈനാസ്റ്റിയോട് നമ്മൾ പറഞ്ഞിരിക്കുന്ന സോമവംശി ഡൈനാസ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനെ കേശരി ഡൈനാസ്റ്റി എന്നൂടെ വിളിക്കാറുണ്ട്. കേശരി ഡൈനാസ്റ്റി. ലെറ്റ് മീ റൈറ്റ് ഹിയർ കേശരി. ഇവരുടെ പീരീഡ് എന്ന് പറയുന്നത് ഒരു 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയാണ്. 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയാണ് ഇവരുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഒരു 11ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയാണ്. ആൻഡ് ഫൈനലി 15th ആൻഡ് 16th സെഞ്ചുറിയുടെ സമയത്ത് ഉണ്ടായിരുന്നത് ഗജപതീസ് ആണ്. ഇത് ഞാൻ ഈ ബേസിക്സ് പറഞ്ഞിരുന്നതിന്റെ ഉദ്ദേശം, ഇതിൽ നിന്നും നമുക്കൊന്ന് ക്രൊണോളജി നമ്മൾ പഠിച്ചെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. സോമവംശി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി അത് ഏർലി മിഡീവലിന്റെ ടൈമിൽ ഒഡീഷയുടെ ഭാഗത്തുണ്ടാകുന്ന ഒന്നാണ് കേശരി ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, ഈ ഒരു സമയത്ത് ഇവരുടെ കോണ്ടംപററി ആയിട്ട് ഇപ്പൊ നമുക്ക് മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത്, യു ഗൈസ് നോ സംതിങ് അല്ലെ, നമ്മുടെ ഈ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ബംഗാളിന്റെ റീജിയൻ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെയാണ് ഈ ഒഡീഷയുടെ ഭാഗം വരുന്നത്. അപ്പൊ ഒഡീഷ കേന്ദ്രീകരിച്ച് 9ാം നൂറ്റാണ്ടിന്റെ സമയത്ത് സോമവംശി ഡൈനാസ്റ്റി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബംഗാളിന്റെ ഭാഗത്ത് ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കോണ്ടംപററി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചോദിക്കും. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് നിങ്ങൾ ഏർലി മിഡിവൽ ഇന്ത്യയുടെ ഡൈനാസ്റ്റിക്കൽ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ആൻസർ ഗോസ് ടു പാലാസ്. പാലാ ഡൈനാസ്റ്റി ആണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു നോ ദ വെരി ബേസിക്സ് ഓഫ് ഏർലി മിഡീവൽ ഡൈനാസ്റ്റി. ഓക്കെ, ദെൻ കംസ് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി 11 to 15 ആണ്. മീനിങ് വാട്ട്, ഡൽഹി സൽത്തനേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഡീഷയുടെ ഭാഗത്തുണ്ടായിരുന്ന ആരാണ്? ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. പിന്നീട് ഗജപതി റൂളേഴ്സ് ആണ് വരുന്നത്. ദേ ആർ ദ സൂര്യവംശീസ് 15th and 16th സെഞ്ചുറി. 15th and 16th സെഞ്ചുറി. ഈ സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് 15-16 നൂറ്റാണ്ട് ഈ ഒരു ഡൈനാസ്റ്റി നമ്മൾ കൂടുതൽ
അലൈൻ ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്നത് തന്നെ. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു വിജയനഗരാസ് പൊളിറ്റിക്കൽ കോൺക്വസ്റ്റ്. അപ്പൊ വിജയനഗര എംപയറിന്റെ കോണ്ടംപററി ആയിരുന്നു ആര്? ഗജപതി റൂളേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മൂന്നെണ്ണം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രിലിംസിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രക്കും സിഗ്നിഫിക്കന്റ് ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ടെമ്പിൾ. ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ട് ഒഡീഷ സ്കൂളിന്റെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ് ദാറ്റ് ഈസ് കോൾഡ് ആസ് കലിംഗ ആർക്കിടെക്ചർ. കലിംഗ ആർക്കിടെക്ചർ നഗര സ്റ്റൈലിന്റെ ഭാഗമാണ്. അതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേമാണ് ദ്യൂള. ഷിഗരാസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ്യൂള എന്നുള്ളത്. ദ ടവർ ലൈക്ക് സ്ട്രക്ചർ. ദ്യൂള എന്ന് പറയുന്ന ടവേഴ്സിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന്. രണ്ടാമത്തത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്ക് എല്ലാ ആർക്കിടെക്ചറിനും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് മണ്ഡപ എന്ന് പറയുന്ന അമ്പലത്തിന്റെ ഹോൾ റീജിയൻ, ഹോളുകൾ. ഓക്കെ, ആ ഹോളിന്റെ ഭാഗമായിട്ടുള്ള മണ്ഡപാസിനെ ഇവിടെ വിളിക്കുന്ന പേരാണ് ജഗ്മോഹൻ. ജഗ്മോഹൻ എന്ന് പറയുന്നത്. ഓക്കെ, ജഗ്മോഹൻ എന്ന് പറയുന്ന മണ്ഡപാസ്. അപ്പൊ ഈ രണ്ട് ടെർമിനോളജിയാണ് ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ടത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ചില ടെമ്പിൾസ്, അത് ഏത് ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സോ ദിസ് ഈസ് ദ ബേസിക് ലേണിംഗ് റിഗാർഡിംഗ് ദിസ് ഒഡീഷാസ് ഡൈനാസ്റ്റീസ്. ഇങ്ങനെ പ്രിലിംസിന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ഫർദർ ടോപ്പിക്. ഇവിടെ നോക്കിക്കേ, ഒഡീഷയുടെ ഒരു മാപ്പ് ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് യു ഹാവ് സംതിങ്. ഒറീഷയിലെ ഭുവനേശ്വർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ പുരി ഉണ്ട്, കൊണാർക്ക് ഉണ്ട്. അപ്പൊ ഈ ലൊക്കേഷൻസ് മാപ്പ് വെച്ച് പഠിപ്പിക്കുന്ന റീസൺസ്, സംടൈംസ് ദർ ഇസ് എ ട്രെൻഡ് ഇൻ UPSC എക്സാമിനേഷൻ സൈറ്റ്സ് തന്നിട്ട് നോർത്ത് ടു സൗത്ത് അറേഞ്ച്മെന്റ് ചോദിക്കും. അപ്പൊ കൊണാർക്ക് കഴിഞ്ഞിട്ടാണ് പുരി വരുന്നത്. ഭുവനേശ്വർ, കൊണാർക്ക്, പുരി എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒന്നും ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, BKP എന്ന രീതിയിൽ. അപ്പൊ ആ രീതിയിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മാപ്പിന്റെ പ്രത്യേകത. ഇനി നമ്മൾ ഭുവനേശ്വറിൽ കുറച്ച് പ്രധാനപ്പെട്ട ടെമ്പിൾസ് ഉണ്ട്. കൊണാർക്കിലെ സൺ ടെമ്പിൾ വരുന്നുണ്ട്, പുരിയിലെ ജഗന്നാഥ ടെമ്പിൾ വരുന്നുണ്ട്. അപ്പൊ ആ ടെമ്പിൾസിന്റെ ലൊക്കേഷൻ കൂടിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ലൊക്കേഷൻസ് ഒരു പക്ഷേ ക്രോണോളജിക്കലി നോർത്ത് ടു സൗത്ത് ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ലിംഗരാജ ടെമ്പിൾ, കൊണാർക്ക് സൺ ടെമ്പിൾ, ജഗന്നാഥ ടെമ്പിൾ ഓഫ് പുരി, ജഗന്നാഥ് ടെമ്പിൾ, ഇത് തന്നിട്ട് ക്രോണോളജിക്കൽ അറേഞ്ച് ഫ്രം ദ നോർത്ത് ടു സൗത്ത്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വേണ്ടി പറ്റണം വിത്ത് റെസ്പെക്ട് ടു ദ അറേഞ്ച്മെന്റ് ഓഫ് ദ സൈറ്റ്സ് ഫ്രം ദ നോർത്ത് ടു സൗത്ത്. അതിനു വേണ്ടിയാണ് ഇത് പഠിക്കേണ്ടത്. ഓക്കെ, ആ രീതിയിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് we are going to discuss some of the very important temples, location, period of construction, dynasty and key feature. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനുശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ചുമ്മാ ഈ വീഡിയോ കണ്ടു പോകാതെ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ലിംഗരാജ ടെമ്പിൾ വൺ ഓഫ് ദി ഏർലി ടെമ്പിൾസ് ആണ്. ലിംഗരാജ ടെമ്പിൾ എന്ന് പറയുന്നത് 11ാം നൂറ്റാണ്ടിൽ ഭുവനേശ്വറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു ദ ഫസ്റ്റ് വൺ സോമവംശി. സോമവംശി ഡൈനാസ്റ്റിയുടെ രണ്ട് പ്രധാനപ്പെട്ട ടെമ്പിൾസ് ആണ്. ഒന്ന് ലിംഗരാജ ടെമ്പിളും മറ്റൊന്ന് മുക്തേശ്വർ ടെമ്പിളും. രണ്ട് ഭുവനേശ്വറിൽ തന്നെയാണ് വരുന്നത്. ആദ്യം മുക്തേശ്വർ ഉണ്ടാക്കുന്നത്, പിന്നീട് ലിംഗരാജ് വരുന്നത്. ഈ ലിംഗരാജ ടെമ്പിളിന്റെ പ്രത്യേകത, ഇത് ശിവ വിഷ്ണു ഫ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അതേസമയത്ത് മുക്തേശ്വർ ടെമ്പിളിനെ വിളിക്കുന്നത് ജം ഓഫ് ഒഡീഷ ആർക്കിടെക്ചർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ട് ടെമ്പിൾസും അതിന്റെ അസോസിയേറ്റ് ചെയ്ത് പഠിക്കണം. ഭുവനേശ്വറിലാണ് വരുന്നത്, ബിലോങ്സ് ടു സോമവംശി ഡൈനാസ്റ്റി എന്നുള്ളതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ തന്നെ ടെമ്പിൾസിനെ ക്രോണോളജി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കും. നേരത്തെ കുറച്ച് മുന്നേ ഞാൻ മാപ്പിൽ കാണിച്ചതാണ് സൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രോണോളജി ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ വേണ്ടി പറ്റും. ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൊണാർക്ക് സൺ ടെമ്പിൾ. 13th സെഞ്ചുറിയിലാണ്. ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ജഗന്നാഥ് ടെമ്പിളും പുരിയിലുള്ളത്, അതും ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ആണ്. നോക്കിക്കേ, പുരിയിലെ ജഗന്നാഥ് ടെമ്പിൾ ആണ് ആദ്യം ഉണ്ടാക്കുന്നത്, ശേഷമാണ് കൊണാർക്ക് സൺ ടെമ്പിൾ വരുന്നത് കേട്ടോ. അതിൽ കൊണാർക്ക് സൺ ടെമ്പിളിന്റെ പ്രത്യേകത, അതൊരു ചാരിയറ്റ് ടെമ്പിൾ ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് വരുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക സെഷൻ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക കേട്ടോ, മിസ്സാക്കരുത്. സോ ജഗന്നാഥ് ടെമ്പിൾ പുരിയിലാണ് വരുന്നത്. വൈഷ്ണവ സെന്റർ ആണ്. അവിടെയും രഥയാത്രയും കാര്യങ്ങളൊക്കെ വളരെ ഫേമസ് ആയിട്ട് നടക്കാറുണ്ട്, ജഗന്നാഥ രഥയാത്ര. അഞ്ചാമതാണ് അനന്ത വാസുദേവ് ടെമ്പിൾ എന്ന് പറയുന്നത്, അത് ഭുവനേശ്വറിലാണ് വരുന്നത്, ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡൈനാസ്റ്റികളിൽ ഒന്ന് സോമവംശി, ദെൻ ഈസ്റ്റേൺ ഗംഗ, ദെൻ ഗജപതി എന്ന് പറയുന്ന സൂര്യവംശി. ഓക്കെ, ഗജപതി ലോർഡ് ഓഫ് എലിഫൻസ് എന്ന രീതിയിൽ. അപ്പോൾ ഇത് രണ്ടുമാണ് ടെമ്പിളുമായി ബന്ധപ്പെട്ട് ഏറ്റവും സിഗ്നിഫിക്കന്റ്. ആ രീതിയിൽ പഠിച്ചു വെക്കുക. സോമവംശി യു ഹാവ് ലിംഗരാജ ആൻഡ് മുക്തേശ്വർ. ദെൻ ഈസ്റ്റേൺ ഗംഗയിൽ യു ഹാവ് ജഗന്നാഥ് ടെമ്പിൾ ആൻഡ് കൊണാർക്ക് സൺ ടെമ്പിൾ. അങ്ങനെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പീരീഡും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതിന്റെ പ്രത്യേകത ഓൺലി വൈഷ്ണവ ടെമ്പിൾ ഇൻ ഭുവനേശ്വർ. അപ്പൊ ഭുവനേശ്വറിലെ ടെമ്പിൾസ് കൂടുതൽ എന്താണ്, ശൈവൈറ്റ് ആണ്. അതിൽ ഒന്ന് മാത്രമാണ് എന്ത്, വൈഷ്ണവൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ട് തരികയാണ്.
ഇത് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വിച്ച് സിറ്റി ഈസ് കോൾഡ് ആസ് ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ? ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ. ഒരുപാട് സിറ്റികളെ ടെമ്പിൾ സിറ്റി എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്, ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ട്രൈ ടു കമന്റ്. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനത്തെ ഫാക്ടുകളായിരിക്കും ഒരു പക്ഷേ UPSC പ്രിലിംസിനെ നിങ്ങളെ സഹായിക്കാനും പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്ലൂ ഉണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നൗ വി ആർ ഹാവിംഗ് സം വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതുപോലെ ഹിസ്റ്ററി ഓപ്ഷണൽ സീക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏപ്രിൽ 20th സ്പാർട്ടൻസിന്റെ കീഴിൽ ഒരു ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും അവർക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ശേഷം പഠിക്കുന്ന അടുത്തൊരു ജൂനിയർ സ്റ്റുഡൻസ് ആയിരിക്കാം. അപ്പൊ അവർ ആരെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ by contacting this number or by joining our Telegram channel. അപ്പൊ അതൊന്ന് അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നിങ്ങൾക്കുള്ള 2 ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ആൻസർ വേണ്ടി ശ്രമിച്ചു നോക്കിയേ. ദ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഹാഡ് ക്ലോസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ റിലേഷൻ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റി? ഓപ്ഷൻസ് രാഷ്ട്രകൂടാസ്, ചാളുക്യാസ് ഓഫ് ബദാമി, ചോളാസ്, ഹോയ്സലാസ്. ഇവരിൽ ആരുമായിട്ടാണ് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിക്ക് ഒരു ക്ലോസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ കൺഫ്യൂഷൻ വരാനും ചാൻസ് ഉണ്ട്. ബട്ട് ജസ്റ്റ് ഗോ ഫോർ ദ മോസ്റ്റ് പ്രോമിനന്റ് വൺ. Then which of the following dynasties was a contemporary rival of the Somavamshis in Eastern India? സോമവംശിയുടെ റൈവൽറി, ശത്രുതയിൽ ഉണ്ടായിരുന്ന ആളാരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പരമരാസ്, പാലാസ്, ഗുർജരാസ്, ചാളുക്യാസ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് 1 നിങ്ങളുടെ ആൻസർ എന്താണെന്ന് എഴുതുക, 2 ആൻസർ എന്താണെന്ന് എഴുതുക. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് ലഭ്യമാക്കുന്നതായിരിക്കും. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 ഡൈനാസ്റ്റീസ് അല്ലെ, സോമവംശി, ഈസ്റ്റേൺ ഗംഗ, അതുപോലെ സൂര്യവംശി എന്ന് പറയുന്ന ഗജപതി റൂളേഴ്സ്, ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് വേണോ? യു ആർ ഹാവിംഗ് എവറി നോട്ട് ഹിയർ. നിങ്ങൾ സ്പാർട്ടൻസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ചാനൽ, അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പൊ അതിൽ നിങ്ങൾ കയറിയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, നിങ്ങൾക്ക് ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കോർ ടോപ്പിക്സിന്റെ PDF നോട്ടുകളൊക്കെ അവിടെ ലഭ്യമാകുന്നതാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കലി ഇന്ന ടോപ്പിക് വേണം എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഹിയർ. ഞാൻ അതുമായി വിട്ട് വരണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം നല്ലപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫ്രണ്ട്സുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഗൈസ്.